ശ്രീ അജിഷെ, നമ്മള് കാണേണ്ടുന്ന ഒരു കാര്യം, അതൊക്കെ ഈ ഭരണാധികാരിയുടെ തീരുമാനത്തിന്റെ മാത്രം ബലത്തിലുള്ള ഒരു കാര്യമല്ല. ഈ സെക്യൂരിറ്റി സംവിധാനം എന്നുള്ളത് അതിന് ചുമതലപ്പെടുത്തപ്പെട്ട വിഭാഗമുണ്ട്, അവരുടെയാണ് തീരുമാനം. അപ്പൊ ഇപ്പോ ശ്രീ വി ഡി സതീശന് ഒരു സെക്യൂരിറ്റി ഇല്ലാതെ വേണമെങ്കിൽ സഞ്ചരിക്കാം, പ്രയാസമൊന്നുമില്ല. പക്ഷെ സാഹചര്യം മാറി വരുമ്പോ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ മാത്രം ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ച് അങ്ങനെ സഞ്ചരിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് അത് നമ്മൾ മഹാത്മാഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. മഹാത്മജിയോട് സെക്യൂരിറ്റി അദ്ദേഹം മരിക്കുന്ന അന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ ആത്മകഥകളും പിന്നീട് വന്ന വിശകലനങ്ങളിലും എല്ലാം കൃത്യമായി സൂചിപ്പിക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന ആളിന്റെ, തമിഴ്നാട്ടുകാരനായ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയുടെ ആത്മകഥ അല്ലെങ്കിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ജീവചരിത്രക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ബഹുമാന്യരായിട്ടുള്ള സർദാർ വല്ലഭഭായ് പട്ടേലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൂടി പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. എന്നിട്ട് സെക്യൂരിറ്റി ഓഫർ ചെയ്തു. പക്ഷേ മഹാത്മജി അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അന്ന് മഹാത്മജി ഏതെങ്കിലും പ്രത്യേക അധികാരത്തിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ആ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഇവർക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്, പ്രധാനമായിട്ട് സംഭവിച്ചത്. അതുപോലെ അധികാര ശ്രേണിയിലിരിക്കുന്നവർ അല്ലെങ്കിൽ അധികാരത്തിന്റെ കേന്ദ്ര സ്ഥലത്തിരിക്കുന്നവർ സ്വാനിഷ്ടം അനുസരിച്ച് മാത്രമായിട്ട് ഉണ്ടാവുന്ന കാര്യമല്ല. ഇപ്പൊ നമുക്ക് ഒരു കയ്യടിക്ക് വേണ്ടി നേരത്തെ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി കൂടുതലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ സെക്യൂരിറ്റി എത്രമാത്രമാണെന്ന് നിങ്ങൾ നോക്കൂ. എന്തിന്? സോണിയാഗാന്ധിയുടെ സെക്യൂരിറ്റി Z+ കാറ്റഗറിയാണ്. ഇന്ത്യയിൽ 3-4 പേർക്ക് മാത്രമുള്ള സെക്യൂരിറ്റിയാണ്. അപ്പൊ സോണിയാഗാന്ധിയേക്കാൾ സോണിയാഗാന്ധി ഈ ഇതില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ആദർശമില്ലാത്ത ഒരാളും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദർശമുള്ള ആളും എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ല. അപ്പൊ അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നീട് ഖജനാവിനെ സംബന്ധിച്ച് ബഹുമാന്യനായ AK ആന്റണി സാർ, അദ്ദേഹത്തിന്റെ പഴയ 2 പ്രയോഗമാണ് കയ്പ് നീർ കുടിക്കുക, മുണ്ട് മുറുക്കി കൊടുക്കുക. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ 10 വർഷമായിട്ട് മുണ്ട് മുറുക്കി കൊടുത്തു ഒന്നുമല്ല. അത് എല്ലാ സർക്കാർ ജീവനക്കാരും ശമ്പളം വാങ്ങിച്ചുകൊണ്ടുപോയി, എല്ലാ പെൻഷനേഴ്സും പെൻഷൻ വാങ്ങിച്ചുകൊണ്ടുപോയി, വളരെ പ്രയാസപ്പെട്ടിരുന്ന KSRTC-ക്കാരും അവരുടെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടുപോയി. പെൻഷൻകാർ, അതായത് 62 ലക്ഷം വരുന്ന പാവപ്പെട്ട ആളുകൾ ഒരു പൈസ കുടിശ്ശികയില്ലാതെ അവരും ഇത് വാങ്ങിച്ചുകൊണ്ടുപോയി. അതുപോലെ നമ്മുടെ റേഷൻ കടകളും സിവിൽ സപ്ലൈസുകളും സജീവമായിരുന്നു. കേരളത്തിലുള്ള ആളുകൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് പോലും മോചിതമായി. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിനെ നോക്കി ശ്രീ AK ആന്റണി ഒരു 10-20 കൊല്ലം മുമ്പത്തെ അവിടെ നിന്ന് അദ്ദേഹത്തിന് വാഹനം കിട്ടാതിരിക്കുന്നത് മോശമാണ്. അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം, അത് ഒരു ബോധപൂർവ്വം ആക്ഷേപിക്കാൻ പറഞ്ഞു എന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ല. പക്ഷെ ആ നിലപാട് യഥാർത്ഥത്തിൽ ശരിയല്ല. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് പറയുന്നത് 10 വർഷം മുമ്പ് പൂച്ച ഉണ്ടായിരുന്നു. അവിടെ പ്രസവിച്ച് കിടന്ന ചില പൂച്ചകളുണ്ടായിരുന്നു. അവരൊക്കെ 10 വർഷം മുമ്പേ പ്രസവം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയ കാര്യം നമ്മളിൽ പലർക്കും അറിയില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ അദ്ദേഹത്തിന്റെ, നമ്മുടെ ബഹുമാനപ്പെട്ട നിയുക്ത മുഖ്യമന്ത്രിയുടെ സന്ദർശനം, അതിനെക്കുറിച്ച് കൂടി ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ ആ നിലപാടിനോടൊക്കെ എനിക്ക് യോജിപ്പാണ്. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ആവർത്തിക്കാത്തത്. ബഹുമാനപ്പെട്ട നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ 5 വർഷത്തെ പ്രവർത്തനത്തിന് എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് നന്നായി ഒരു മുഖ്യമന്ത്രിയുടെ ചുമതല നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം അടുത്ത ദിവസങ്ങളിൽ ചുമതലയെടുക്കാൻ പോകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ മുസ്ലിം ലീഗ് ആയാലും ജോസഫ് ഗ്രൂപ്പ് ആയാലും മറ്റ് ഗ്രൂപ്പുകളിൽപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട മന്ത്രിമാരെ ആയാലും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് 21-ാം തീയതി ചുമതല എടുക്കുമ്പോൾ അവിടെ ഞങ്ങൾ വളരെ ക്രിയാത്മകമായൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷം ആ യോഗത്തിൽ, ആ സത്യപ്രതിജ്ഞാ യോഗത്തിൽ പങ്കെടുക്കും. ഇത് പറയുമ്പോൾ ശ്രീ അജിംസിന് ഓർമ്മയുണ്ടാവും, 2016 ഞങ്ങൾ 99 സീറ്റുമായിട്ട് അധികാരത്തിൽ വരുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായ ശ്രീ വി ഡി സതീശനോ പ്രതിപക്ഷ നേതൃത്വമോ ആ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ഓർക്കണം. ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുമ്പോൾ ഞങ്ങൾ പങ്കെടുക്കുന്നത് ഒരു മധുര പ്രതികാരം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ക്രിയേറ്റീവായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ തെളിവാണത്.